ദേശീയ ഗാനത്തിനും ദേശീയ പതാകയ്ക്കും നൽകുന്ന അതേ നിയമപരിരക്ഷയും ആദരവും ഇനി ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും ലഭിക്കും. 1971 ദേശീയ ബഹുമാന സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള സുപ്രധാനമായ ബിൽ രാജ്യസഭ പാസാക്കിയതോടെയാണ് വന്ദേ മാതരത്തിനും നിയമപരിരക്ഷ ലഭിക്കുന്നത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആവേശ തരംഗമായി മാറിയ വന്ദേ മാതരത്തിന് അർഹിച്ച അംഗീകാരവും സംരക്ഷണവും നൽകുകയാണ് കേന്ദ്ര സർക്കാർ. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ഭേദഗതി ബിൽ 2026 രാജ്യസഭയുടെ അംഗീകാരം നേടി. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. പുതിയ ഭേദഗതി പ്രകാരം വന്ദേ മാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയോ ദുരുദ്ദേശപൂർവ്വം അപമാനിക്കുകയോ ചെയ്താൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും. ദേശീയ ഗാനത്തിനും ദേശീയ ചിഹ്നങ്ങൾക്കും നിലവിലുള്ള അതേ കർശനമായ ശിക്ഷാ നടപടികളാണ് വന്ദേ മാതരത്തിനും ഇനി ബാധകമാക്കുക. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷിക ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന ഈ നിയമനിർമ്മാണം ഭാരതീയരുടെ ദേശസ്നേഹം കൂടുതൽ ദൃഢമാക്കുമെന്ന് ഭരണപക്ഷം വ്യക്തമാക്കി. എന്നാൽ ഭരണഘടനയുടെ 19, 25 വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി ബില്ലിനെതിരെ പ്രതിപക്ഷം സഭയിൽ എതിർപ്പുന്നയിച്ചു. എതിർപ്പുകളെ മറികടന്ന് ബില്ല് പാസ്സായതോടെ രാജ്യത്തിന്റെ ഐക്യത്തിനും പരമാധികാരത്തിനും ആദരവിനും മേൽ കടന്നുകയറാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഭാരതാംബയോടുള്ള ബഹുമാനം നിയമപരമായി തന്നെ ഉറപ്പാക്കുന്ന ചരിത്ര നിമിഷത്തിനാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തിൻ്റെ സംസ്കാരവും ചരിത്ര പാരമ്പര്യവും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ നൽകുന്നത്. വന്ദേ മാതരം എന്ന അമരമന്ത്രം ഇനി മുതൽ കൂടുതൽ ആദരവോടെ രാജ്യത്തുടനീളം മുഴങ്ങി കേൾക്കും. ജനം, ഡൽഹി.